നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന്. ഗ്ലോബുകളിലും ഭൂപടങ്ങളിലും നമ്മൾ കാണുന്നതും ഏതാണ്ട് കൃത്യമായ ഗോളാകൃതിയിലുള്ള ഒരു ഭൂമിയെയാണ്. എന്നാൽ സത്യം അതല്ല. നമ്മുടെ ഭൂമി ഒരു പെർഫെക്റ്റ് ഗോളമല്ല, മറിച്ച് പലയിടത്തും മുഴകളും കുഴികളുമൊക്കെയുള്ള ഉരുളക്കിഴങ്ങ് പോലെയുള്ള ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ ഭൂമിക്കുള്ളത്. ഇതിനെ ശാസ്ത്രലോകം ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂമിയുടെ ആകൃതിയിലുള്ള ഇത്തരമൊരു വലിയ പ്രത്യേകതയെക്കുറിച്ചാണ്. നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കന്യാകുമാരിക്കും ശ്രീലങ്കയ്ക്കും തെക്കായി ഏതാണ്ട് 3 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ കുഴിയുണ്ട്. ഇതിനെ ഒരു ഹോൾ അഥവാ ദ്വാരം എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ, ഭൗതികമായി വെള്ളമൊലിച്ചു പോകുന്ന ഒരു ദ്വാരമല്ല ഇത്, മറിച്ച് സമുദ്രനിരപ്പ് ജിയോയിഡ് റെഫറൻസ് ലെവലിൽ ഏകദേശം 100 മീറ്റർ താഴ്ന്നു നിൽക്കുന്ന പ്രദേശമാണിത്. അതായത് സമുദ്രത്തിലെ തിരമാലകളും കാറ്റും ഒന്നുമില്ലാതെ ശാന്തമായ ഒരവസ്ഥയിൽ നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ ഗർത്തം പോലെ ഈ ഭാഗം കാണപ്പെടും. അതായത് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെ കടലുമായി താരതമ്യം ചെയ്താൽ ഇവിടെ ജലനിരപ്പ് 106 മീറ്റർ താഴെയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ തൊട്ടു താഴെ സമുദ്രത്തിന് ഇത്തരമൊരു താഴ്ച? ശാസ്ത്രജ്ഞരെ പതിറ്റാണ്ടുകളായി കൊഴുപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ഓഷ്യൻ ജിയോയിഡ് ലോ എന്ന ഈ പ്രതിഭാസത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിലെ ഗവേഷകർ ഈ അടുത്ത് ഇതിനൊരു കൃത്യമായ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ കോടിക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന ചില വമ്പൻ മാറ്റങ്ങളാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റിയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഗുരുത്വാകർഷണം ഒരേപോലെയാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ ഓരോ സ്ഥലത്തും അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിന് കാരണം ഭൂമിയുടെ മാസ് അഥവാ പിണ്ഡം എല്ലായിടത്തും തുല്യമല്ല എന്നതാണ്. ഇവിടെ ഒരു ലളിതമായ തത്വം ഓർത്തുവെക്കുക. ഭൂമിയുടെ ഉള്ളിൽ എവിടെയാണോ സാന്ദ്രത കൂടിയ പാറകൾ കൂടുതലുള്ളത്, അവിടെയാണ് മാസും അതിനനുസരിച്ച് ഗുരുത്വാകർഷണവും കൂടുതലാകുന്നത്. എവിടെയാണോ മാസ് കുറവ്, അവിടെ ഗുരുത്വാകർഷണവും കുറവായിരിക്കും. ഇനി നമുക്ക് സമുദ്രത്തിലേക്ക് വരാം. വെള്ളം എന്നത് ദ്രാവകമായതുകൊണ്ട് അതിന് സ്വന്തമായി ഒരു ആകൃതി നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണോ ഭൂമിയുടെ ഗുരുത്വാകർഷണം കൂടുതലുള്ളത്, അങ്ങോട്ടേക്ക് വെള്ളം കൂടുതലായി ആകർഷിക്കപ്പെടും. ഉദാഹരണത്തിന്, സമുദ്രത്തിനടിയിൽ വലിയ മലനിരകളോ കട്ടിയുള്ള പാറകളോ ഉണ്ടെങ്കിൽ അവിടെ മാസ് കൂടുതലായിരിക്കും. ഫലമായി അവിടെ ഗ്രാവിറ്റി കൂടും. ഇത് ചുറ്റുമുള്ള വെള്ളത്തെ അങ്ങോട്ടേക്ക് വലിച്ചടുപ്പിക്കുകയും ആ ഭാഗത്ത് സമുദ്രനിരപ്പ് ഉയർന്നു നിൽക്കുകയും ചെയ്യും. ഇതിനെ ജിയോയിഡ് ഹൈ എന്ന് വിളിക്കാം. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ശ്രീലങ്കയ്ക്ക് തെക്ക് ഭാഗത്തായി ഭൂമിയുടെ ഗുരുത്വാകർഷണം വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ നെഗറ്റീവ് ജിയോയിഡ് അനോമലിയുള്ള സമുദ്രഭാഗമാണിത്. ഗ്രാവിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കേണ്ട വെള്ളത്തെ ചുറ്റുമുള്ള ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് ഇന്തോനേഷ്യയുടെ ഭാഗങ്ങളൊക്കെ തങ്ങളുടെ അടുത്തേക്ക് വലിച്ചെടുക്കുന്നു. ഫലമായി നടുവിലുള്ള ഈ ഭാഗത്ത് വെള്ളം കുറയുകയും സമുദ്രനിരപ്പ് വല്ലാതെ താഴുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റി ഹോൾ. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് താഴെ മാത്രം ഗുരുത്വാകർഷണം ഇത്രയധികം കുറയാൻ കാരണം? ഇതിനുത്തരം ലഭിക്കാൻ നമ്മൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും താഴേക്ക് ഭൂമിയുടെ മാന്റിലിലേക്ക് നോക്കണം. ഭൂമിയുടെ ഘടന നമുക്കറിയാം. ഏറ്റവും പുറമേ ക്രസ്റ്റ്, അതിനുള്ളിൽ മാന്റിൽ, ഏറ്റവും ഉള്ളിൽ കോർ. ഇതിൽ മാന്റിൽ എന്നത് ഉരുകിയ പാറകൾ നിറഞ്ഞ തേൻ പോലെ ഒഴുകുന്ന ഒരു ഭാഗമാണ്. 1948 ഡച്ച് ജിയോഫിസിസ്റ്റായ ഫെലിക്സ് ആൻഡ്രേസ് വെനിങ്മൈനസ് ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ഗ്രാവിറ്റി കുറവ് ആദ്യം തിരിച്ചറിഞ്ഞത്. അന്നുമുതൽ പല തിയറികളും വന്നെങ്കിലും കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2023 IISc ബംഗളൂരുവിലെ പ്രൊഫസർ അത്രേയ ഘോഷും സംഘവും ചേർന്ന് നടത്തിയ പഠനം ഇതിനൊരു വ്യക്തമായ ചിത്രം നൽകി. അവർ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ 140 ദശലക്ഷം വർഷത്തെ ഭൂമിയുടെ ചരിത്രം സിമുലേറ്റ് ചെയ്തു നോക്കി. ഭൂഖണ്ഡങ്ങൾ എങ്ങനെയാണ് നീങ്ങിയതെന്നും ഉള്ളിലെ മാഗ്മ എങ്ങനെയാണ് ഒഴുകിയതെന്നും അവർ പഠിച്ചു. അവരുടെ കണ്ടെത്തൽ ചെന്നെത്തുന്നത് പുരാതനമായ ഒരു കടലിലേക്കാണ്, തെത്തിസ് കടൽ.
ഇന്നത്തെ ഇന്ത്യ പണ്ട് ഗോണ്ട്വാന എന്ന് പറയുന്ന വലിയ ഒരു ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഈ ഗോണ്ട്വാനയിൽ നിന്നും വേർപെട്ട് വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അന്ന് ഇന്ത്യക്കും യുറേഷ്യയ്ക്കും ഇടയിലുണ്ടായിരുന്ന കടലാണ് തെത്തീസ്. ഇന്ത്യ വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ച് തെത്തീസ് കടലിന്റെ അടുത്തിട്ട് യുറേഷ്യൻ പ്ലേറ്റിന്റെ അടിയിലേക്ക് തെന്നിമാറി ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നുപോയി. ഇതിനെ സബ്ഡക്ഷൻ എന്ന് പറയും. ഇങ്ങനെ താഴ്ന്നുപോയ തെത്തീസ് കടലിന്റെ തണുത്തതും സാന്ദ്രത കൂടിയതുമായ പാളികൾ ഉരുകിത്തീർന്നു പോയില്ല. മറിച്ച് അവ ഭൂമിയുടെ മാന്റിലിന്റെ ഏറ്റവും അടിയിലേക്ക് ഏതാണ്ട് 2900 കിലോമീറ്റർ താഴെ കോർ മാന്റിൽ അതിർത്തിയിലേക്ക് പതിയെ താഴ്ന്നു ചെന്നു. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. ആഫ്രിക്കൻ വൻകരയ്ക്ക് താഴെയായി ആഫ്രിക്കൻ ബ്ലോബ് എന്നറിയപ്പെടുന്ന അതീവ താപനിലയിലുള്ള സാന്ദ്രത കുറഞ്ഞ ഭീമൻ പാറക്കൂട്ടങ്ങളുണ്ട്. ഈ ആഫ്രിക്കൻ ബ്ലോബ് എന്നത് ഒരു ചെറിയ ഘടനയല്ല, ഏകദേശം ഒരു ഭൂഖണ്ഡത്തിന്റെ വലിപ്പമുള്ള അത്യന്തം ചൂടുള്ള പാറക്കൂട്ടങ്ങളാണ്. തെത്തീസ് കടലിന്റെ തണുത്ത പാളികൾ മാന്റിലിന്റെ അടിത്തട്ടിലേക്ക് ചെന്നപ്പോൾ അവ ഈ ആഫ്രിക്കൻ ബ്ലോബിനെ അമർത്താൻ തുടങ്ങി. നമ്മൾ വെള്ളത്തിലേക്കൊരു കല്ലിട്ടാൽ വെള്ളം തെറിച്ചു പൊങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ട്യൂബിലെ പേസ്റ്റ് അമർത്തുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് പോലെ ഈ തണുത്ത പാളികൾ താഴേക്ക് അമർന്നപ്പോൾ ആഫ്രിക്കൻ ബ്ലോബിൽ നിന്നുള്ള ഉരുകിയ ചൂടുള്ള മാഗ്മ വശങ്ങളിലൂടെ മുകളിലേക്ക് തള്ളിക്കയറാൻ തുടങ്ങി. ഈ പ്ലൂമുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന് താഴെയായി മാന്റിലിൽ വന്നു നിറഞ്ഞു. നമുക്കറിയാം, ചൂടുള്ള വസ്തുക്കൾക്ക് സാന്ദ്രത കുറവായിരിക്കും. സാന്ദ്രത കുറഞ്ഞാൽ അവിടെയുള്ള മാസ് കുറയും. മാസ് കുറഞ്ഞാൽ സ്വാഭാവികമായും ഗുരുത്വാകർഷണം കുറയും. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പഴയ തണുത്ത പാറകളാണുള്ളത്. അവിടെ ഗ്രാവിറ്റി കൂടുതലാണ്. ഈ ഗ്രാവിറ്റി കുറഞ്ഞ ഭാഗത്തുനിന്ന് വെള്ളം ഉയർന്ന ഗ്രാവിറ്റിയുള്ള ഭാഗത്തേക്ക് വലിഞ്ഞു പോയതോടെയാണ് സമുദ്രത്തിൽ ആ 100 മീറ്റർ താഴ്ച രൂപപ്പെട്ടത്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിനടിയിൽ ഭൂമിയുടെ ഉള്ളിൽ സാന്ദ്രത കുറഞ്ഞ ചൂടുള്ള മാഗ്മയുടെ വലിയൊരു ശേഖരമുണ്ട്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സാന്ദ്രത കൂടിയ തണുത്ത പാറകളാണുള്ളത്. ഈ സാന്ദ്രതാ വ്യത്യാസം, ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ് അവിടെ ഗുരുത്വാകർഷണം ഇത്രയധികം കുറഞ്ഞുപോയത്. ഇതാണ് ആ ഗ്രാവിറ്റി ഹോളിന്റെ യഥാർത്ഥ കാരണം. ഈ പ്രക്രിയ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഗവേഷകർ പറയുന്നത് ഏകദേശം 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗ്രാവിറ്റി ഹോൾ ഇന്നത്തെ രൂപത്തിൽ ആയതെന്നാണ്. തെത്തീസ് കടലിന്റെ പാളികൾ മാന്റിലിന്റെ അടിത്തട്ടിലേക്ക് എത്താനും അവിടെ നിന്ന് പ്ലൂമുകളെ മുകളിലേക്ക് തള്ളാനും ഇത്രയും കാലയളവ് വേണ്ടിവന്നു. ഇതൊരു ദ്വാരമാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ടാകാം. കപ്പലുകൾ ഈ വഴി പോകുമ്പോൾ താഴേക്ക് പോകുമോ? ഇല്ല. നമ്മൾ സമുദ്രത്തിലൂടെ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഈ താഴ്ച തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഭൂമിയുടെ ഗ്രാവിറ്റിക്കനുസരിച്ചാണ് കപ്പൽ നീങ്ങുന്നത്. അവിടെ ഗ്രാവിറ്റി കുറവായതുകൊണ്ട് വെള്ളം തന്നെ താഴ്ന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കപ്പലിന് ഒരു കുഴിയിലേക്ക് ഇറങ്ങുന്ന ഫീലിംഗ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് താഴെയായത്? ഏകദേശം 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്ലൂമുകൾ കൃത്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിന് താഴെ എത്തിച്ചേർന്നത്. ഇതിനു മുൻപ് ഈ ഹോൾ മറ്റ് ഭാഗങ്ങളിലായിരുന്നു. ഭൂമിയുടെ ഉള്ളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് സ്ഥിരമാണോ? അല്ല. ശാസ്ത്രജ്ഞരുടെ നിഗമനപ്രകാരം ഇത് താൽക്കാലികമാണ്. ഭൂമിയുടെ ഉള്ളിലെ മാറ്റങ്ങൾ വളരെ സാവധാനത്തിലാണ് നടക്കുന്നതെങ്കിലും അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൂടുള്ള മാഗ്മ പ്ലൂമുകൾ തണുക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് നീങ്ങുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് കാരണം ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ ഗ്രാവിറ്റി ഹോളും അപ്രത്യക്ഷമായേക്കാം. മറ്റൊരു രസകരമായ കാര്യം, ഈ ഗുരുത്വാകർഷണ വ്യത്യാസം നമ്മുടെ നിത്യജീവിതത്തിലെ സാങ്കേതിക വിദ്യയെപ്പോലും ബാധിക്കുന്നുണ്ട് എന്നതാണ്. നമ്മൾ ഇന്നുപയോഗിക്കുന്ന GPS സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണല്ലോ. ഈ ഉപഗ്രഹങ്ങൾ ഗ്രാവിറ്റി കുറഞ്ഞ ഈ ഭാഗത്തിനു മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവയുടെ ടൈമിങ്ങിലും പൊസിഷനിങ്ങിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. GPS സംവിധാനങ്ങൾ ഇത് മുൻകൂട്ടി കണക്കാക്കി ഗ്രാവിറ്റി ടൈമിംഗ് കറക്ഷനുകൾ ഉപയോഗിച്ച് ശരിയാക്കുന്നു. അതിനാൽ നമ്മുടെ ഫോൺ ലൊക്കേഷനിൽ വലിയ പിഴവ് സംഭവിക്കാതെ കൃത്യത നിലനിർത്താൻ കഴിയുന്നു. അതായത് സമുദ്രത്തിന്റെ 2900 കിലോമീറ്റർ താഴെ നടക്കുന്ന ഈ മാറ്റങ്ങൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിലുള്ള സാറ്റലൈറ്റുകളെയും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിനെയും വരെ സ്വാധീനിക്കുന്നു എന്ന് ചുരുക്കം.
ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണെങ്കിലും ഇതിന്റെ വേരുകൾ കിടക്കുന്നത് 2900 കിലോമീറ്റർ താഴെ ഭൂമിയുടെ തിളച്ചുമറിയുന്ന ഉള്ളറകളിലാണ് എന്നത് എത്ര അത്ഭുതകരമാണ്. സമുദ്രത്തിനടിയിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ആധുനിക സെൻസറുകളും കൂടുതൽ കരുത്തുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളും വരുന്നതോടെ ഇനിയും തിരിച്ചറിയാത്ത ഒട്ടനവധി അത്ഭുതങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുമെന്നുറപ്പാണ്.